അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജസീർ വിളറി പിടിച്ച പോലെ നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവൻ്റെ ഉമ്മാക്ക് വരെ അവനെ ഭയം തോന്നുകയാണ്. കാരണം അവൻ ശരിക്ക് ഒരു സ്ഥലകാല ബോധത്തിലല്ല ജീവിക്കുന്നത്. അത് അവൻ മറ്റേതോ രീതിയിൽ അവൻ ജയിലിൽ കിടന്നിട്ട് ഇറങ്ങിയപ്പോൾ ആകപ്പാട് അവൻ്റെ സ്വഭാവത്തിന് നല്ല മാറ്റമുണ്ട്. എന്നാൽ ഉമ്മ ഒട്ടും ഭയക്കാതെ കാര്യം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ജസീറേ, നിന്റെ ആ ഒരു വേണ്ടാത്തരങ്ങൾ ഇവിടെ എടുക്കാൻ നീ നോക്കണ്ട, മനസ്സിലായല്ലോ? നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഒന്നും കൂടി ജയിലിൽ കിടന്നോടിരാടാ നിനക്ക്. നിന്നോട് ആരും ഇറങ്ങാൻ പറഞ്ഞത്? ഇത് തള്ളേ, എൻ്റെ നേർക്ക് വരാൻ നിൽക്കണ്ട. ആ, നിങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ആ പുന്നാര മോന്, അവനെയാണ് ലക്ഷ്യം വെച്ചത്. പക്ഷെ ഞാനായി പോയി പെട്ടത്. അത് നന്നായി ഏതായാലും. എന്നാൽ ഇതെല്ലാം കേട്ട് വല്യമ്മ, എന്താ മക്കളെ അവിടെ ഒച്ചപ്പാടും ബഹളവും? നിങ്ങൾ എന്താളുകളാണ് നിങ്ങൾ? ഒരു വീട്ടിൽ ഇങ്ങനെയാണോ? ആ കുട്ടിയെ നിങ്ങളെല്ലാവരും കൂടി ഇടങ്ങാറാക്കി അങ്ങോട്ട് പറഞ്ഞയച്ചു. ഇപ്പം നിങ്ങൾ രണ്ടും ഒറ്റക്കായപ്പോൾ നിങ്ങൾക്ക് സമാധാനമായല്ലോ. എന്തൊക്കെ തന്നെയാലും വല്ലാത്തൊരു ഗതികേട് തന്നെ ഇവിടെ. അതേ, ഇവിടെ എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളൂ, ഞാനും എൻ്റെ മക്കളും. അല്ല, നിങ്ങളിതിൽ ഇടപെടാൻ നിൽക്കണ്ട. വല്യമ്മയോട് അതായിരുന്നു അവരുടെ ഉത്തരം. സ്വന്തം ഭർത്താവിൻ്റെ ഉമ്മയോട് ഇങ്ങനെ സംസാരിക്കുന്നത്, പിന്നെപ്പോൾ എന്താ ഞങ്ങളോട് സംസാരിക്കുന്നതിൽ തെറുത് ഉമ്മാക്ക്? ജസീർ ഉമ്മയെ നല്ല രീതിയിൽ ഒന്ന് പറഞ്ഞു. ഒക്കെ കണക്കന്നെ, വെറുതെ പെറ്റി പോയിട്ടുണ്ടാക്കിയതാണ്. ഒരുത്തനത് മയക്കുമരുന്ന് അടിച്ച് അതും ഇതും അടിച്ച് വന്ന് നിൽക്കണേ. എന്താന്നില്ലേ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ പുന്നാര മോൻക്ക് നിങ്ങളെല്ലാം അങ്ങ് സാധിപ്പിച്ചു കൊടുക്കണ്ടല്ലോ അല്ലേ? എന്താടാ നീ പറയുന്നത്? കുറേ നേരമല്ലേ തുടങ്ങിയിട്ട്? അതെ, എൻ്റെ നേർക്ക് നിങ്ങൾ വല്ല എടുക്കണ്ട. ഞാൻ എൻ്റെ ഇഷ്ടമുള്ള ആളുകൾ അങ്ങോട്ട് കയറ്റിക്കൊണ്ടും നിങ്ങളതിന് ഒരിതും വിചാരിച്ചിട്ട് കാര്യമില്ല. ഓ, ഇതെന്താ നീ പറഞ്ഞ പോലെ വെള്ളരിക്ക പട്ടണോ? അതെ, അതിനൊക്കെ വേറെ വഴിക്ക് നീ പോകണം. അല്ലാതെ കണ്ണി കണ്ട അങ്ങാടി പൈക്കളെ കയറ്റി കൊണ്ടുവരുന്ന സ്ഥലമല്ല ഇത്. ജസീറിന് നല്ല പകയുണ്ടായിരുന്നു അന്നത്തെ കാര്യത്തിലൊക്കെ ഉമ്മയോട്. എന്നാൽ ഈ സമയം അതാ നമ്മുടെ റിസ്വാന വക്കീൽ, അവൾക്ക് ഏറെക്കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ ആരും ചതിക്കുകയാണ് എന്നും അവൾക്ക് മനസ്സിലായി. അവൾ ബാപ്പയോട് വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഉപ്പാ, മോളെ പറയൂ. ഉപ്പാ, നമ്മൾ ചതിക്കപ്പെട്ടിരിക്കുന്നു ഉപ്പാ. അതെ, എന്നെ കാണാൻ വന്നത് ഒരിക്കൽ പോലും എന്നെ നല്ല രീതിയിൽ വിവാഹം കഴിച്ച് കൂടെ കൂട്ടാൻ വന്ന ആളല്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്താ മോളെ നീ പറയുന്നത്? അതെ ഉപ്പ, സത്യമായിട്ടും അതങ്ങനെ തന്നെയാണ്. അതായത് എനിക്കെൻ്റെ മനസ്സ് അങ്ങനെയാണ് തോന്നുന്നത്. എന്നെ നിരന്തരം വിളിക്കുന്നുണ്ട്, ശല്യപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ ഒഴിവാക്കി. ഓക്കെ, അത് പിന്നെ ഓരോരുത്തരും ആണുങ്ങളുടെ സ്വഭാവം അങ്ങനെയായിരിക്കും. എൻ്റെ ഉപ്പ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അവരോട് അഡ്രസ്സ് തരാനൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിലൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു നോക്കി ഉപ്പ. നമുക്ക് കാണാലോ എന്താ ഏതാന്നൊക്കെ. എന്നാൽ സത്യം പറഞ്ഞാൽ അത് ജസീറിൻ്റെ ഫ്രണ്ടായിരുന്നു അവളെ കാണാൻ വന്നത്. ജസീറിന് വേണ്ടിയിട്ട് ഇവൻ കാണാൻ വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോകരെ ജസീറിൻ്റെ അടുത്തേക്ക്. അതായിരുന്നു പ്ലാനിങ്. അതെ, മണിയറയിലേക്ക്, ജസീർ ഇരിക്കുന്ന റൂമിലേക്ക്. അതായിരുന്നു. പക്ഷേ ബുദ്ധിമതിയായ റിസ്വാന വക്കീലിന് ചെറിയ രീതിയിലുള്ള ഓരോ സംശയം വന്നാൽ പോലും അവൾ അതിൻ്റെ പിന്നിൽ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കും. എന്നാൽ അവൾ ആ ഒരു ശബ്ദം കേട്ടിട്ട് എവിടെയോ കണ്ട പോലെ, അന്ന് കാണാൻ വന്നപ്പോൾ തന്നെ ആ ഒരു ശബ്ദം കേട്ട പോലെ തന്നെ നമുക്ക് തോന്നിയിരുന്നു. അതെ, ഇതിലെന്തോ ഒരു വലിയ ചതിയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നു. എന്നാൽ ഈ സമയം അതാ വീണ്ടും അവൻ വിളിക്കുകയാണ്. ഹലോ ഹലോ, എന്താ എന്താ ഫോൺ എടുക്കാത്ത? എന്താ നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം അത് പെട്ടെന്ന് ആക്കല്ലേ? എന്താ, എനിക്ക് ഇനിയും കാത്തിരിക്കാൻ വയ്യ കേട്ടോ. എന്തിനു വേണ്ടി? റിസ്വാന വക്കീൽ ചോദിച്ചു. അതെന്താ അങ്ങനെ പറയുന്നത്? നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ടോ? താങ്കൾ ശരിക്കും ആരാണ്? എന്നാൽ അവൻ നിശബ്ദത പാലിച്ചു. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നോട്? നമുക്ക് പെട്ടെന്ന് കല്യാണം വേണ്ടേ? വീട്ടുകാരൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്നാക്കാം കേട്ടോ, അധികം വൈകിപ്പിക്കണ്ട. റിസ്വാന വക്കീൽ ശരിക്കും മോളി കേട്ടു. എന്നാൽ ഈ സമയം പിതാവിനോട് ആവശ്യപ്പെട്ട പ്രകാരം പിതാവ് വിളിക്കുകയാണ് ആ നമ്പറിലേക്ക്. ഹലോ, മോനെ, നിൻ്റെ അഡ്രസ്സ് ഒന്ന് തരട്ടോ ശരിക്ക്. എന്നിട്ട് അതിനെന്തോ തരാലോ. അങ്ങനെ അതാ അവൻ്റെ അഡ്രസ്സ് ആ നിമിഷം തന്നെ കൊടുക്കുകയാണ്. ആ അഡ്രസ്സ് നേരെ തൻ്റെ മകൾക്ക് അയച്ചു കൊടുത്തു.
മോളെ ഇതാണ് അഡ്രസ്സ്. ബാപ്പ ഇതായിരിക്കും അല്ലേ അഡ്രസ്സ്? കുഴപ്പമൊന്നുമില്ല. എന്നാൽ അത് ആരോടൊക്കെയോ അന്വേഷിച്ചു. ചെക്കൻ കുഴപ്പമൊന്നുമില്ല, നല്ല ചെക്കൻ തന്നെയാണ് എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അതെ, ബിസിനസ്സുകാരുമാണ്. പക്ഷേ ഇപ്പോഴും അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഒന്നുണ്ട്. ഇത് മറ്റാർക്കോ വേണ്ടി അവൻ ഒരു പുതിയാപ്പിള ശമയുന്ന രീതിയിലാണ് കാണുന്നത്. അതെ, ഇതിൻ്റെ പിന്നിൽ വലിയൊരു ചതിയുണ്ട് എന്നുള്ള കാര്യം റിസ്വാന വക്കീൽ മനസ്സിലാവുകയാണ്. പക്ഷെ ആരോട് പറയും? മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ, ആൾ നല്ല ഡീസൻ്റ് ആളാണ്, അത്യാവശ്യം പറഞ്ഞില്ലേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളാണ് ഒക്കെ. മോൾക്ക് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേനും പറഞ്ഞു തരുന്നത്, ഒന്നുകൂടെ പറഞ്ഞപ്പോൾ വീണ്ടും വിട്ടു തന്നു. എന്താ മോൾ, ഇതിലൊരു കുഴപ്പമില്ലല്ലോ? വീണ്ടും ഇസ്വാന വക്കീലിനോട് ഉപ്പ പറയുമ്പോൾ, ഉപ്പ എനിക്ക് ചിലത് കൂടി അറിയാനുണ്ട്. എന്താ മോളെ? ഇനി ഒന്നും ചിന്തിക്കേണ്ട ഉപ്പ, എൻ്റെ മോൾക്ക് ഇഷ്ടമായെങ്കിലേ നമുക്ക് പെട്ടെന്ന് അങ്ങ് റെഡിയാക്കാം. ഉപ്പ തൽക്കാലം ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിയട്ടെ. എന്നാൽ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടായിരുന്നു. റബ്ബേ അല്ലാ, എല്ലാം നീ കാണുന്നുണ്ടല്ലോ. എന്നെ ആരൊക്കെ തന്നെ ചതിക്കാൻ നിൽക്കുകയാണെങ്കിലും റഹ്മാനെ നീ അവർക്കുള്ളത് കൊടുക്കല്ല. അതെ റബ്ബേ. എന്നാൽ റിസ്വാന വക്കീലിനെ തൻ്റെ ജീവൻ്റെ കാര്യത്തിൽ തന്നെ ചെറിയൊരു ഭീഷണി ഉള്ളതുപോലെ തോന്നിയിരുന്നു. അത് സഫീറിനെ രക്ഷിച്ചതും അവനെ എല്ലാ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും അതൊക്കെ അവൻ സത്യസന്ധനായതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഒരിക്കൽ പോലും ഞാൻ കളവിനും ചതിക്കും ഇതുവരെ കൂട്ടു നിന്നിട്ടില്ല. അല്ലാ, എനിക്ക് വേണ്ടി ആരൊക്കെയോ എന്തൊക്കെയോ. അതും എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞ പ്രശ്നമല്ലല്ലോ, അതുകൊണ്ടായിരിക്കും ആദ്യം അങ്ങോട്ട് വിളിച്ച് പറഞ്ഞ് പിന്നീട് പെണ്ണ് കാണാൻ വരലും എല്ലാം നടത്തിയത്. റബ്ബേ, ആരൊക്കെ എന്നെ ചതിക്കാൻ ശ്രമിക്കുകയാണെങ്കിലും റബ്ബേ നീ അവർക്കുള്ള മറുപടി നീ കൊടുക്കണമല്ല. അവൾ പഠിച്ച റബ്ബിനോട് മനമുരുകി പ്രാർത്ഥിച്ചു. എന്നാൽ ഈ സമയം സഫീർ അവൻ ഓരോ ക്ലാസ്സുകളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെക്കുറിച്ച് ദീനിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചു. അതിൻ്റെ ഇടയിലെല്ലാം അവൻ പലപ്പോഴും ഓർക്കും തൻ്റെ പ്രിയപ്പെട്ട റിസ്വാന വക്കീലിനെ, അവൾ പറഞ്ഞ വാക്കുകൾ. എന്നാൽ അവൻ്റെ മനസ്സിൽ ഇതായിരുന്നു, അല്ലെങ്കിൽ എന്നെയൊക്കെ ഇപ്പോൾ അവൾ കല്യാണം കഴിക്കോ? ഒന്നുമില്ലെങ്കിൽ ഒരു ക്രിമിനലാണ് എൻ്റെ ജ്യേഷ്ഠൻ, അദ്ദേഹത്തിൻ്റെ അനിയനായ എന്നെ അതെങ്ങനെ? അതൊരിക്കലും നടക്കില്ലെന്ന് വെച്ചാൽ എനിക്കിഷ്ടമാണ് ഒരുപാട്. പക്ഷേ അവൾക്ക് ശരിയാണ്, അവൾ തുറന്ന് പറഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ അവൾക്കൊരു ഭയമുണ്ടാവും. കാരണം എൻ്റെ ജ്യേഷ്ഠൻ അവളെ കെട്ടിയിട്ട് റൂമിൽ പൂട്ടിയിട്ട വ്യക്തിയാണ്. അതുകൊണ്ട് ആ ഒരു മനസ്സിൽ ചെറിയൊരു ഭയം. ഒന്നുമില്ലെങ്കിൽ പെണ്ണല്ലേ, ശരിയാണ്, വക്കീലാണ്, ജഡ്ജിയാവാൻ നിൽക്കുകയാണ്, ഒക്കെ ശരി തന്നെയാണ്. എന്തൊക്കെ തന്നെയാലും ഒരു പെണ്ണിനെ ആണിനോളം വരില്ലല്ലോ. ആണെന്ന് വെച്ചാൽ അതെ, ഒന്നിനും ചെയ്യാനും മടിക്കാത്ത പ്രകൃതമായിരിക്കും, പ്രത്യേകിച്ച് എൻ്റെ ജ്യേഷ്ഠൻ. പക്ഷേ ഇവളെ കണ്ടപ്പോഴേ എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. പക്ഷേ പഠിച്ചതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയും അവളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ജ്യേഷ്ഠനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിനുള്ളൊരു പേടി തോന്നുന്നു. എന്താ ആലോചിക്കണത്? ആഷിയുടെ ചോദ്യം കേട്ടാണ് സഫീർ ആ ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണർന്നത്. ഒന്നുമില്ലടാ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ റിസ്വാന വക്കീൽ എന്തായാലും നിന്നെ അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി നിങ്ങളങ്ങ് ഒരുമിച്ച് ജീവിക്കുന്നതായിരിക്കും നല്ലത്. അധികം വൈകിക്കാതെ ഞാൻ ഒരു കാര്യം പറയാം. 2 പേർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് പെട്ടെന്ന് അങ്ങോട്ട് നിക്കാഹായിക്കൂടെ? എന്നല്ലത് കേട്ടപ്പോൾ സഫീർ ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്താ ആശി എന്താ പറയുന്നത്? എന്താടാ, നിനക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ജോലിയുടെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നതായതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ഇഷ്ടം പോലെ വരുമാനം കാര്യങ്ങളൊക്കെ നിനക്ക് നിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെന്താ? അതുകൊണ്ടൊന്നല്ല, ക്യാഷൊക്കെ കുറേ ഉണ്ടായിട്ടിപ്പോൾ എന്താ. പക്ഷേ ഒരു പക്ഷേ ഇല്ല. നമുക്ക് പെട്ടെന്ന് ഈ നിക്കാഹങ്ങൾ നടത്തണം. പിന്നെ സഫീർ ആഷിയുടെ തോളിൽ കൈവച്ചു. ആഷി, അത് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ആദ്യം ആഷിയുടെ നിക്കാഹ് പിന്നെ എൻ്റെ എന്നായിരുന്നു. എടാ, ഞാൻ ഇൻഷാ അല്ലാ നിക്കാഹ് കഴിച്ചോളാം. എനിക്ക് എൻ്റെ ജീവിതത്തിലേക്കൊരു പെണ്ണുണ്ടവിടെ. പക്ഷേ ആ പെണ്ണിനെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടപ്പോൾ അവൾ ഡിസ്ചാർജ് ആക്കുകയാണ്,
വീട്ടിലേക്ക് കൊണ്ടുപോവാണ് നാളെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു. പക്ഷേ ആ അവസ്ഥ കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. എന്ത് പറ്റി? എന്നാൽ തലേ ദിവസം അദഹാദിയുടെ ഉപ്പ ആശയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആശി, എന്നോട് ഡോക്ടർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഉപ്പ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഹാദിയക്ക് കാലുകൾ കൊണ്ട് ശരിക്ക് സ്വയം എണീറ്റ് നടക്കുവാനുള്ള ശേഷി അത് നിർഭാഗ്യവശാൽ കിട്ടിയിട്ടില്ല. സോറി. പക്ഷേ ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കണം. അതുകൊണ്ട് കുറച്ച് കാലം കൂടെയൊക്കെ വീൽ ചെയർ തന്നെ കുട്ടി നടക്കട്ടെ. ഇനി നമുക്ക് വേറെ പലതും എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നൂതനമായതൊക്കെ നോക്കിയിട്ടുണ്ട്. എത്രയോ ലക്ഷങ്ങൾ നിങ്ങൾക്ക് പൊട്ടിയിട്ടുണ്ട്. ഇതെല്ലാം വരുത്തി തീർത്താണെന്ന് അറിയുമ്പോഴാണ് സങ്കടം. ഒന്നുമില്ലാത്ത കുട്ടിയായിരുന്നു. അതിന് നിങ്ങൾ വീണ്ടും കേസ് കൊടുക്കുക തന്നെ വേണം. ഈ കുട്ടിയുടെ ഫുൾ ചുമതല നിർവഹിക്കുവാനും അവളുടെ എല്ലാ ഈ ഒരു ഹോസ്പിറ്റൽ കേസ് ചാർജ് മുഴുവൻ അവരിൽ നിന്ന് ഈടാക്കുവാനും നിങ്ങൾ കേസ് കൊടുക്കണം. എന്നാൽ ആ പിതാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഡോക്ടറെ വേണ്ട, എൻ്റെ കുട്ടിയെ ഞാൻ നോക്കിക്കോളാം. എൻ്റെ കുട്ടിയുടെ വിധി അങ്ങനെ ആയിരിക്കും. ഇനി ആർക്കെതിരെയും കേസിനും കൂട്ടിനും ഞാൻ പോകണില്ല. കുട്ടിയുടെ കാല് ശരിയായി കിട്ടിയാൽ മാത്രം മതി. ആ പിതാവിൻ്റെ കണ്ണീരിൻ്റെ മുമ്പിൽ ഡോക്ടർ വരെ സങ്കടപ്പെട്ടു പോയി. സാരല്ല, ഹാദിയ അതാ വീൽ ചെയറിൽ തന്നെയാണ്. അവൾക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞിട്ടില്ല. സഫീർ ശരിക്കും ഞെട്ടി. ആശി, സത്യമായിട്ടും ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഉംറക്ക് പോകണം. അതെ, പടച്ച റബ്ബിനോട് ഹൃദയം പൊട്ടി ദുആ ചെയ്യണം. എന്താ? ഇൻഷാ അല്ലാഹ് തീർച്ചയായും. എൻ്റെയും മനസ്സിൽ ആഗ്രഹം തന്നെയായിരുന്നു അത്. ആശി, അതെ, ഒരുപാട് കാര്യങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പടച്ച റബ്ബിൻ്റെ അടുത്ത് ചെന്ന് ഒന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് എനിക്ക് തോന്നാം കുറേയൊക്കെ അള്ളാഹു നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതെനിക്ക് ഉറപ്പുണ്ട്. നന്നായിട്ട് എനിക്കറിയാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങണം. ഇൻഷാ അല്ലാഹ്. എന്നാൽ സഫീറിൻ്റെ മനസ്സിൽ അത് റിസ്വാന വക്കീലിനെ നല്ല രീതിയിൽ ഇഷ്ടമുണ്ട്. പക്ഷേ എന്ത് ചെയ്യും? എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ എല്ലാം കൂടി ആലോചിക്കുമ്പോൾ ആകപ്പാടെ ടെൻഷനാണ്. ഹാദിയക്ക് നടക്കാൻ കഴിയില്ല. അത് അവൾ വീണ്ടും വീൽ ചെയറിൽ തുടരും എന്നറിഞ്ഞപ്പോൾ ആശി ഉസ്താദിൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു പോയിരുന്നു. റബ്ബേ, ഒന്നിനു വേണ്ടിയിട്ടല്ല, ആ കുട്ടിക്ക് എത്ര ആഗ്രഹം ഉണ്ടാവും. അതെ, എല്ലാവരും നടക്കുന്ന പോലെ നടക്കുവാനും എത്തുവാനൊക്കെ. ഇതിപ്പോൾ എന്തൊക്കെ തന്നെയാലും പുറത്തേക്കൊന്ന് ഇറങ്ങണമെങ്കിൽ ഒരാളുടെ സഹായം വേണം. അകത്താണെങ്കിൽ ആ വീൽ ചെയറിലും. റബ്ബേ റഹ്മാനെ, അവനന്ന് രാത്രി ഉറക്കം വരുന്നില്ലായിരുന്നു. പടച്ച റബ്ബിനോട് ഒരുപാട് ദുആ ചെയ്തു. പക്ഷേ എങ്കിലും ആ പിതാവിനെ വിളിച്ച് ആശ്വസിപ്പിച്ചിരുന്നു. എന്നാൽ ആ നിമിഷം തന്നെ അതാ ഹാദിയക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജാക്കി പോകുന്നതിന് മുമ്പ് തന്നെ ഹാദിയെ ഓൺലൈനിൽ കണ്ടപ്പോൾ ഉസ്താദ് മെസ്സേജ് അയച്ചു. മോളെ ഹാദി, മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട. പടച്ച റബ്ബ് നമുക്ക് ഓരോ സമയത്ത് ഓരോ പരീക്ഷണങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളതിൽ ക്ഷമിക്കണം കേട്ടോ. ക്ഷമിച്ചാൽ വിജയം ഉണ്ടാവും, അത് ഉറപ്പാണ്. മോൾ ക്ഷമിക്കുക. മോളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് കരുതിക്കൂടെ? സാരല്ല, എല്ലാം അള്ളാഹുവിൻ്റെ വിധിയല്ല. പടച്ച റബ്ബ് വിചാരിച്ചാൽ അതെല്ലാം മാറ്റിത്തരുന്ന നിമിഷങ്ങൾ മാത്രം മതിയല്ലോ അല്ലേ? അതുകൊണ്ട് മോൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. പിന്നെ ഉസ്താദിൻ്റെ കുട്ടി വിഷമിക്കരുത് കേട്ടോ. ഉസ്താദിൻ്റെ കുട്ടിക്ക് ഉസ്താദുണ്ട് എപ്പോഴും, മരണം വരെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യ് നീ. അതെ, എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അതിൻ്റെ ഹാദിയ പെണ്ണ് മാത്രമായിരിക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ ഞാൻ നിന്നെ സ്വന്തമാക്കാൻ അങ്ങെത്തും, നോക്കിക്കോ. തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട ഹാദിയ അത് ശരിക്കും ഞെട്ടിപ്പോയി. റബ്ബേ, അൽഹംദുലില്ലാ, അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നാൽ അവൾക്ക് സങ്കടമുണ്ട്. റബ്ബേ, ഈ കാലുകൾ കൊണ്ട് നടക്കാൻ കഴിയാത്ത ഞാൻ, എന്നെ സ്വീകരിക്കാൻ എൻ്റെ ഉസ്താദ് തയ്യാറാണെന്നോ? പഠിച്ചോനെ, എൻ്റെ ഉസ്താദ്, അള്ളാഹുവേ, എന്നെ സ്വീകരിക്കണമെന്നില്ല. ആ ഒരു വാക്ക് മതി. എൻ്റെ മനസ്സ് നിറഞ്ഞു. അത് ഇത്രയധികം എൻ്റെ ഉസ്താദ് എന്നോട് സ്നേഹമുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല റബ്ബേ. അതെ, ഹാദിയ പടച്ച റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. റബ്ബേ, അല്ലാ, എൻ്റെ ഉസ്താദിൻ്റെ സ്നേഹം എന്ന് നിലനിർത്തണേ അല്ലാ. അദ്ദേഹം വേറെ വിവാഹം കഴിച്ചോട്ടെ, അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല. ഈ ഒരു സ്നേഹം മതി റബ്ബേ. എന്നാൽ അവൾ ആ നിമിഷം തന്നെ ഉസ്താദിന് മെസ്സേജ് തിരിച്ചയച്ചു. ഉസ്താദേ,
എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ, അങ്ങയുടെ വാക്ക് മതി. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. പക്ഷേ ഉസ്താദെ, നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം. ഒരിക്കൽ പോലും എനിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്. അതെ, ഈ ഉള്ളവൾക്ക് ഇനി നടക്കാൻ കഴിയില്ലെന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ, നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതെ, അങ്ങയുടെ ഒരു ശിഷ്യ എന്നുള്ള രീതിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അതെ, അങ്ങ് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കുന്നത് എനിക്ക് കണ്ണിറിയെ കാണണം. നിങ്ങളുടെ സന്തോഷം, അതാണ് എൻ്റെയും സന്തോഷം. എന്നാൽ അത് കേട്ടപ്പോൾ ആഷി ഉസ്താദ് ഞെട്ടിപ്പോയി. ആ നിമിഷം തന്നെ, ഹാദിയ, നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് വേറൊന്നും പറയാനില്ലേ? ഉസ്താദ് കരഞ്ഞുകൊണ്ടായിരുന്നു അത് പറഞ്ഞത്. ഹാദിയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഉസ്താദിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. അതേ, പാവം പെണ്ണ്, ഒരു കുഴപ്പമില്ലാത്ത നല്ല പെണ്ണായിരുന്നു. അള്ളാഹുവേ റഹ്മാൻ, എന്താ റഹ്മാനെ സംഭവിച്ചത്? എനിക്കറിയുന്നില്ല അല്ലാ. പഠിച്ചോനെ അല്ലാ, അവളെ ഉപദ്രവിച്ചവരെ റഹ്മാനെ നീ അതിനുള്ള പ്രതിഫലം കൊടുക്ക റഹ്മാനെ. ആമീൻ. ഹാഷി ഉസ്താദിന് വല്ലാത്തൊരു സങ്കടം തോന്നി. അത് റബ്ബേ, കാലുകൾ കൊണ്ട് നടക്കാൻ കഴിയുന്നില്ല. അവൾ എന്നോട് പറഞ്ഞ ആ ഒരു വാക്കുകൾ, അതെ, അങ്ങ് മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കണം എന്നുള്ളത്. അള്ളാഹുവേ നീ കാത്തുരക്ഷിക്കുക തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദ് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. എന്നാൽ ആഷി പറഞ്ഞ ആ ഒരു വാക്ക് അത് മനസ്സിലേക്ക് തറച്ചിരിക്കുകയാണ് സഫീറിൻ്റെ. അതെ, സഫീർ, എടാ, നീ നമ്മളെ വക്കീലിനെ കല്യാണം കഴിക്കണം. പെട്ടെന്ന് നിക്കാഹ് കഴിക്കണം കേട്ടോ. അത് നല്ല കാര്യമാണ്. പെട്ടെന്ന് നിക്കാഹ് കഴിച്ചാൽ ഏറ്റവും നല്ലതാണ്. എന്താ പറ്റില്ലേ? പറ്റാനായിട്ടല്ല അത്. എന്നാൽ അവന് മറുപടി പറയാൻ ഒരു ആശങ്കയായിരുന്നു. കാരണം തൻ്റെ വീട്ടിലത്തെ സ്ഥിതിഗതികൾ ആലോചിച്ചിട്ടും അങ്ങനെയൊക്കെ. റബ്ബെ, മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷേ അല്ലാ, നീ അത് നടത്തി തരണം റഹ്മാനെ. ഇനി അഥവാ ഞാൻ അവളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠൻ ഒരിക്കൽ പോലും വെച്ചേക്കില്ല. അത് എന്നെയും അവളെയും ഇല്ലാതാക്കാനും മടിക്കില്ല. റബ്ബേ അല്ലാ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ. സഫീറും ഹൃദയം പൊട്ടി ദുആ ചെയ്തു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. റിസ്വാന വക്കീലിൻ്റെയും സഫീറിൻ്റെയും നിക്കാഹ് പെട്ടെന്ന് നടക്കണം എന്നത് മാത്രമാണ് ആഷിയുടെ ആഗ്രഹം. എന്തൊക്കെ തന്നെയാലും ആഷിയുടെ ജീവിതത്തിൽ അതങ്ങനെയായി മാറി. ഹാദിയക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. പക്ഷേ ഹാദിയ പറയുന്നത് മറ്റൊരു വിവാഹം കഴിക്കണമെന്നതിനെക്കുറിച്ചാണ്. എന്തൊക്കെ തന്നെയാലും എന്തായിത്തീരും നമ്മുടെ ആഷി ഉസ്താദിൻ്റെയും ഹാദിയുടെയും സഫീറിൻ്റെയും റിസ്വാന വക്കീലിൻ്റെയും വിവാഹം? നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന പോലെ സുന്ദരമായി കഴിയുമോ? അതോ സഫീർ അതിനൊരു വിലങ്ങുതടിയാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.